ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓഗസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കരിയറിൽ നോക്കാം. കരിയറിൽ നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മന്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം, നിങ്ങളുടെ ജോലിയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ശരിയായ മെസ്സേജ് കാട്ടിത്തരാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ കരിയറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു മന്ത് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും കരിയറിലൊരു വിഷമ സാഹചര്യം വരാനുള്ളൊരു സാധ്യതയുണ്ട്. മേ ബി നിങ്ങൾ ചിലപ്പോൾ എക്സാമൊക്കെ എഴുതിയിട്ട് നിൽക്കുകയായിരിക്കും, നിങ്ങൾ വിചാരിച്ച പോലൊരു പോസിറ്റീവ് ഫലം അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു വിഷമം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇനിയിപ്പോൾ PSC ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ കറണ്ട് സിനറിയോ കറക്റ്റാണ് ഈ കാർഡുമായിട്ട് അല്ലേ. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് നോക്കുന്നവരായിരുന്നാലും ഇനി ജോലിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ലഭിക്കേണ്ട പ്രൊമോഷൻസൊക്കെ ഒന്ന് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ കിട്ടേണ്ടത് കിട്ടുന്നില്ല. അർഹിക്കുന്നൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു സാലറി ഹൈക്കൊക്കെ വരേണ്ട ടൈമാണ്. ആ ഒരു ടൈമിൽ അത് നിങ്ങൾക്ക് കിട്ടാത്തൊരു സാഹചര്യം കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത കാർഡ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് പക്ഷേ നിങ്ങളാരും വിഷമിക്കേണ്ട കേട്ടോ. ഒന്ന് ഇല്ലാതാവുന്നത് അതിനേക്കാൾ നല്ലതൊന്ന് വരാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന പോലെ നിങ്ങൾക്കിവിടെ അതിനോടൊപ്പം ഒരു ഫൗണ്ടേഷനും കൂടെ വരുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. സോ മീൻസ് ഇത് ഒരു പാസ്റ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് കഴിഞ്ഞു പോകുന്ന ഒന്നാണ്. നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്തോ ആണ് നിങ്ങൾക്കിവിടെ നഷ്ടപ്പെടുന്നത്. അതോർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അതിൽ എത്രയോ നല്ലത് നിങ്ങൾക്ക് വരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒന്ന് പോയെങ്കിൽ, ചിലപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് പ്രൊമോഷനോ സാലറി ഹൈക്കോ ഒന്നും വന്നില്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും നല്ലത് വരുന്നുണ്ടായിരിക്കും. വേറെ ഏതെങ്കിലും ജോലി മാറാനോ അല്ലെങ്കിൽ പൊസിഷൻ മാറാനോ ഒക്കെ വേറെ എവിടെന്നെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാംസ് ഒക്കെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഒന്ന് പോയാൽ മറ്റൊന്ന് ഉറപ്പായിട്ടും വരും എന്നുള്ളത് കാണിക്കുകയാണ്. നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനും സക്സസ്സും വരുന്നുണ്ട്. അത് ഓഗസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനും പറ്റും എന്നുള്ളത് നമുക്ക് കരിയറിൽ കാണാൻ പറ്റും. അപ്പോൾ കരിയർ റീഡിങ്ങിൽ നമുക്കിതാണ് കിട്ടിയത്. ഇനി നമുക്ക് അടുത്തത് റിലേഷൻഷിപ്പ് നോക്കാം. സോ ആദ്യത്തെ ഇത്തിരി നെഗറ്റീവ് കണ്ടാലും രണ്ടാമത്തത് പോസിറ്റീവാണ്, അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. സോ ഇനി അടുത്തത് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർക്ക് ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്. പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷമമോ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം വരുന്നുണ്ട്. ദാറ്റ് മീൻസ് പുതിയ ബിഗിനിങ് വരികയാണ്. പഴയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ട് ഒരു പുതിയ സന്തോഷകരമായ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റിനെയൊക്കെ കാണാനുള്ളൊരു അവസരം ഓഗസ്റ്റ് മാസത്തിലുണ്ടാകും എന്നാണ് കാണുന്നത്. ഫർദറായിട്ട് പിന്നെ എന്താണ് നമുക്ക് നോക്കാം. യെസ്, വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരികയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ സ്നേഹിച്ചിരുന്ന ഒരാൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി, എന്തെങ്കിലും കാരണം കൊണ്ട് വിട്ടുപോയി, പക്ഷെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അത് ട്രൂ ലവ് ആണെങ്കിൽ മാത്രം കേട്ടോ. ടോക്സിക്കും കാർമിക്കും ആയിട്ട് വന്ന് നിങ്ങളെ ഉപദ്രവിച്ചിട്ട് വേണ്ട കാര്യമല്ല പറയുന്നത്. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കംഫർട്ടബിൾ ആയിട്ടിരുന്നു, പക്ഷേ എന്തെങ്കിലും എക്സ്റ്റേണൽ കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി. അങ്ങനെ മാറിപ്പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം, പുതിയൊരു സ്നേഹം കൊണ്ടുവരാണ്. സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ കപ്പും കൊണ്ട് ആരോ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കും ഒരു ഒരു കപ്പ് ഓഫർ ചെയ്യാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരികയാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസോ കാര്യങ്ങളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ഒരു പുതിയ തുടക്കം, ഒരു നല്ല തുടക്കം നിങ്ങൾക്ക് വരികയാണ്. അപ്പോൾ സോ റിലേഷൻഷിപ്പിൽ നമുക്ക് നോക്കിയപ്പോൾ അതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കരിയർ നോക്കി, റിലേഷൻഷിപ്പ് നോക്കി. ഇനി നമുക്ക് സാമ്പത്തിക കാര്യം ഒന്ന് നോക്കാം. സാമ്പത്തികമായിട്ട് ഇനി ഓഗസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. നിങ്ങൾ ഒരുപാട് ഉള്ളിൽ സ്ട്രെങ്തൻ ആവാൻ പോവുകയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഗോപ്യമായിട്ടൊക്കെ വെക്കണം ഇല്ലേ. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെന്ന് എല്ലാവരും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സാമ്പത്തികം
കൈകാര്യം ചെയ്യാനുള്ളൊരു ശക്തി നിങ്ങൾ നേടുകയാണ്. അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും വാരിക്കോരി കൊടുത്ത് തീർത്ത് കളയല്ല നമ്മൾ പണം വേണ്ടത്. നമ്മളുടെ സെക്യൂരിറ്റി കണ്ടുകൊണ്ട് വേണം നമ്മൾ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഇല്ലേ? ഒരു തവണ നമ്മൾ സഹായിച്ചാൽ പോരല്ലോ, നമുക്ക് ലൈഫ് ടൈം സഹായിക്കാൻ പറ്റണം എല്ലാവരെയും. അപ്പോഴാണ് നമ്മൾ ശരിയായ സഹായിയായി മാറുന്നത്. സോ അപ്പോൾ പണം കൈകാര്യം ചെയ്യാനുള്ള ഒരുപാട് സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുകയാണ്, എങ്ങനെയാണ് പണത്തെ സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ പണം എങ്ങനെ ചിലവാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ആന്തരിക ബലം, പണത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ആന്തരിക ബലം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഫർദർ കാർഡ് നോക്കാം. ഓക്കെ, സോ വളരെയധികം സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് വരുന്നുണ്ട് ഓഗസ്റ്റിൽ. അപ്പോൾ ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അതിന് ഫസ്റ്റ് നിങ്ങൾ വേണ്ടത് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഇമോഷണലി നിങ്ങൾ ബൗണ്ടറികൾ സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. വേണ്ടത് എടുക്കുക, വേണ്ടാത്തത് ഒഴിവാക്കാൻ പറ്റണം. ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമേ സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ നിൽക്കൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം എനർജി വാമ്പയേഴ്സാണ്, അവർ കൊണ്ടുപോകും. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഗൈഡൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് വരികയാണ്. പണത്തെ സംരക്ഷിക്കാനുള്ളൊരു ഇത് നിങ്ങൾ പഠിക്കുക. സ്ട്രോങ് ബൗണ്ടറീസ് ഇടാൻ നിങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെ ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ തന്നെ പണം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി എല്ലാവർക്കും ആയിട്ട് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഡിവൈൻ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം, നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണമെന്നാണ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്ത് ശ്രദ്ധിക്കാനാണ് നമുക്ക് ഡിവൈൻ ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം. സാമ്പത്തിക കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ പൊസിഷൻ സെക്യൂർ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ കരിയറിലാണെങ്കിലും നിങ്ങളുടെ പൊസിഷൻ, കറക്റ്റ് പൊസിഷൻ സെക്യൂർ ചെയ്യുക. നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി വേണം നിങ്ങളിപ്പോൾ നോക്കാൻ. നല്ലൊരു പൊസിഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതിനെ തട്ടിക്കളയരുത്. ആ പൊസിഷനെ സെക്യൂർ ചെയ്യാനായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലതാണ്, ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതുമായിട്ട് ഫർദറായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാത്തിലും നിങ്ങൾ മെച്യൂരിറ്റി കാണിക്കാൻ പറയുകയാണ്. ഈ 3 സാഹചര്യത്തിലും, കരിയറിലാണെങ്കിലും നിങ്ങൾ ഒരു മെച്യൂരിറ്റി കാണിക്കുക, റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ മെച്യൂരിറ്റി കാണിക്കുക. കിങ്ങിൻ്റെ എനർജിയിലോട്ട് നിങ്ങൾ വരണം എന്നാണ് പറയുന്നത്. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്താ പറയുക, പണത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ അതിൽ നിന്ന്, ആ ലെസൺസിൽ നിന്ന് പഠിക്കുക. നിങ്ങൾ പല ലെസൺസ് നിങ്ങൾ നേടിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികത്തെ സംരക്ഷിക്കാൻ കൂടെ പഠിക്കാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ചോയ്സ് ഇഷ്യൂസ് വരും. ഏത് തിരഞ്ഞെടുക്കണം, ഏത് തള്ളിക്കളയണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാനുള്ള സാഹചര്യമുണ്ട്. സോ കണ്ണിലെ കെട്ടഴിച്ച് ഹൃദയം പറയുന്നത് കേൾക്കുക. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. അതാണ് ഈ കാർഡ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് തരുന്നത്. ഇപ്പോൾ കരിയറിലാണെങ്കിൽ പോലും ഏതെടുക്കണം, 2 ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ വരും. ഒന്ന് കണ്ടു, പാസ്റ്റ് നമ്മൾ കണ്ടു, നല്ലതല്ലാത്തതിനെ തള്ളാനും നല്ലതിനെ കൊള്ളാനും നിങ്ങൾ പഠിക്കണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ ഒരു കൺഫ്യൂഷൻ അവിടെ വരും. അവിടെ വരുന്ന സമയത്ത് നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ ഹൃദയം കൊണ്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് ഏതാണ് എനിക്ക് നല്ലത്, ഏതെനിക്ക് ശാന്തി സമാധാനം തരും എന്നുള്ള നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധി കാണിക്കാൻ പറയുകയാണ്. റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ ന്യൂ ബിഗിനിങ്സ് വരുമ്പോൾ പഴയ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒന്നും വച്ചുകൊണ്ടിരിക്കരുത്. അത് നിങ്ങളുടെ പുതിയ ബിഗിനിങ്ങിനെ ബാധിക്കാൻ സമ്മതിക്കരുത്. അതുപോലെ പുതിയ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരുമ്പോൾ പാസ്റ്റ് റിലേഷൻഷിപ്പോ ട്രോമയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുറിവ് ഇവിടെ ഏൽക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലും വൈസായിട്ട് ചൂസ് ചെയ്യാൻ പറയുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സേഫ് ഓപ്ഷൻസ് ഇപ്പോൾ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക, ഇതായിരിക്കും നല്ലത്. അല്ലാതെ ഭയങ്കര എന്താ പറയുക, ഹൈ റിസ്ക് ഉള്ള കാര്യങ്ങളിലേക്ക് തൽക്കാലം ഇടപെടാതിരിക്കാനാണ് നിങ്ങൾക്ക് ഗൈഡൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഓവറോൾ ഓഗസ്റ്റിലെ എനർജി. ബോട്ടം ഓഫ് ദ ഡെക്ക് ന്യൂ ബിഗിനിങ്സ് തന്നെയാണ് വരുന്നത്. എല്ലാ കാര്യത്തിലും, ജോബിലാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച വരാനുള്ള പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്. റിലേഷൻഷിപ്പിലും ദൈവം കൊണ്ട് തരികയാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ഹൃദയത്തെ ഹീൽ ചെയ്ത് അതിനുവേണ്ടി റെഡിയാക്കി വയ്ക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ 100% യെസ്, സാമ്പത്തികം നിങ്ങൾക്ക് വരികയാണ്, പണം നിങ്ങളിലേക്ക് വരികയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. സോ ഡിവൈൻ എല്ലാവരെയും നല്ലപോലെ ബ്ലെസ് ചെയ്യട്ടെ.
വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. യൂണിവേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ഇഷ്ടദേവതയുടെ പേര് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.